ഓൾ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എന്നാണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എൻ്റെ വീഡിയോസ് കാണുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നൗൺസിനെ കുറിച്ചാണ്. നൗൺസ് എന്ന് വെച്ചാൽ എന്താണ്? നാമപദങ്ങൾ അല്ലേ. അപ്പം പേരിനെ കുറിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ നാമങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇവ വാക്യങ്ങളിൽ സബ്ജക്റ്റായോ ഒബ്ജക്റ്റായോ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഇപ്പം ആളുകളുടെയും സ്ഥലങ്ങളുടെയും മറ്റ് പ്രത്യേകമായ പേരുകൾ നമ്മൾ പ്രോപ്പർ നൗൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആളുകളുടെ പേര് അല്ലെങ്കിൽ സ്ഥലങ്ങൾ, അതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഇന്ത്യ. അപ്പോൾ ഇത് നമ്മൾ ഫസ്റ്റ് ലെറ്റർ എപ്പോഴും ക്യാപിറ്റലിലായിരിക്കും എഴുതുന്നത്. അപ്പോൾ നമ്മൾ പേര് പറയാണ് അനു, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്താണ്? ഇതിന്റെ എല്ലാ ഫസ്റ്റ് ലെറ്റേഴ്സ് എന്തായിരിക്കും? ക്യാപിറ്റലായിരിക്കും. സോ ഇതിനെയാണ് നമ്മൾ പ്രോപ്പർ നൗൺസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയുന്നത് കോമൺ നൗൺസ്. കോമൺ നൗൺസ് വെച്ചാൽ ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന നാമമാണെങ്കിൽ നമ്മൾ സാമാന്യ നാമം അല്ലെങ്കിൽ കോമൺ നൗൺസ് എന്നാണ് പറയുന്നത്. കോമൺ നൗൺസ്. അപ്പൊ അതിന് നമ്മൾ എക്സാമ്പിൾ എന്തൊക്കെ പറയാം? ബോയ് പറയാം, ബോയ്, ഗേള്, പിന്നെന്താണ്? മാൻ അല്ലെങ്കിൽ വുമൺ, ദെൻ കാറ്റ്, ഡോഗ്. അപ്പോൾ ഇതെല്ലാം എന്താണ്? കോമൺ നൗൺസിനെ എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ്, ഒരു വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇത് രണ്ടെണ്ണം മനസ്സിലായാലും ഇനി നമ്മൾ അടുത്ത ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സമൂഹനാമങ്ങൾ. അതായത് നമ്മൾ അതിനെ കളക്റ്റീവ് നൗൺസ് എന്നാണ് പറയുന്നത്. സമൂഹനാമം. ക്രൗഡ് എന്ന് വെച്ചാൽ എന്താണ്? ആൾക്കൂട്ടം അല്ലേ. കളക്റ്റീവ് നൗൺസ് എന്നാണ് നമ്മൾ സമൂഹനാമങ്ങളെ പറയുന്നത്. കളക്റ്റീവ് നൗൺസ്. ഓക്കെ, അപ്പോൾ അതിന് എക്സാമ്പിൾ ആയിട്ട് വരുന്നതാണ് ക്രൗഡ് വരും. പിന്നെ ഇപ്പൊ നമുക്ക് സൈന്യത്തിനെ പറയാം, ആർമി അല്ലേ. പിന്നെ ഇതെല്ലാം ഒരു സമൂഹത്തെ കുറിക്കുന്നതാണ് അല്ലേ. ദെൻ ഗവൺമെന്റ്. അപ്പൊ ഇതെല്ലാം എന്താണ്? കളക്റ്റീവ് നൗൺസ് ആണ്. പിന്നെ ഹേർഡ്, ഒരു കൂട്ടം അല്ലേ, ഹേർഡ്. അപ്പൊ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുന്നത്? കളക്റ്റീവ് നൗൺസിൽ വരുന്നതാണ് ഇത്. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് ഓരോ അവസ്ഥകളെ കുറിക്കുന്നത്. ഓരോ അവസ്ഥകളെ നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്താ പറയാം? അബ്സ്ട്രാക്ട് നൗൺസ്. ഓക്കെ, അപ്പൊ അതിന് എക്സാമ്പിൾ യൂത്ത്, ദെൻ ഓൾഡ് ഏജ്, പിന്നെ ബോയ്ഹുഡ് അല്ലേ, ദെൻ ചൈൽഡ്ഹുഡ്, പിന്നെന്താണ്? ഇൻഫാൻസി. ഓക്കെ, അപ്പൊ ഇത് യൂത്ത് എന്ന് വെച്ചാൽ എന്താണ്? യുവത്വം അല്ലെ. ഓൾഡ് ഏജ് എന്ന് വെച്ചാൽ വാർദ്ധക്യം. ദെൻ പിന്നെന്താണ്? ബോയ്ഹുഡ് എന്ന് വെച്ചാൽ എന്താണ്? ബാല്യം. ദെൻ ചൈൽഡ്ഹുഡ് കുട്ടിക്കാലം, ഇൻഫാൻസി ശൈശവം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഓരോ അവസ്ഥകളെ കുറിക്കുന്നത് നമ്മൾ അബ്സ്ട്രാക്ട് നൗൺസ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ഇനി നമ്മൾ പറയുന്നത് ഓരോ മെറ്റീരിയൽസിനെ, അതായത് പദാർത്ഥങ്ങളെ നമ്മൾ എന്താണ് കുറിക്കുന്നതിനെ നമ്മൾ മെറ്റീരിയൽ നൗൺസ് എന്നാണ് പറയുന്നത്. മെറ്റീരിയൽ നൗൺസിന് എക്സാമ്പിൾ എന്തൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ട് മനസ്സിൽ? മെറ്റീരിയൽ നൗൺസിന് എക്സാമ്പിൾസ് എന്തൊക്കെ പറയാം? വാട്ടർ, നമ്മളുടെ അല്ലേ, വാട്ടർ. ദെൻ മിൽക്ക്. ഇതെല്ലാം എന്താണ്? ഗ്ലാസ്. ദെൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഗോൾഡ്. ഇതെല്ലാം എന്താണ്? മെറ്റീരിയൽ നൗൺസിന് എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് പറയാം. വുഡ്, സ്റ്റോൺ, ഇതെല്ലാം എന്താണ്? മെറ്റീരിയൽ നൗൺസ് ആണ്. ഓക്കെ, നമ്മൾ എയർപോർട്ടിലൊക്കെ പോകുമ്പോൾ അല്ലേ, അപ്പം ഒരു ഫ്ലൈറ്റ് എത്തിച്ചേരുമ്പോൾ നമ്മൾ പറയുന്നതാണ് അറൈവൽ അല്ലേ, എത്തിച്ചേർന്നു. ദെൻ പുറപ്പെടുന്നു എന്നുള്ളത് എന്താണ്? നമ്മൾ ഡിപ്പാർച്ചർ എന്നാണ് പറയുന്നത് അല്ലേ. ഓക്കെ, അപ്പോൾ ഇതെല്ലാം എന്താണ്? വെർബൽ നൗൺസ് ആണ് കേട്ടോ. പിന്നെ ഒരു എന്താണ്? ഒരു സംസാരം, അതിന് നമുക്കെന്താ? സ്പീച്ച്. ദെൻ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിന് ഒരു ഇൻവിറ്റേഷൻ അല്ലേ, ഇൻവിറ്റേഷൻ. ഇതെല്ലാം എന്തായാലും വരുന്നതാണ്? നമ്മുടെ വെർബൽ നൗൺസിൽ വരുന്നതാണ്. ഓക്കെ, ഇത്ര മനസ്സിലായല്ലോ. ഇനി ധാരാളം എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിരവധി അർത്ഥത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സമൂഹനാമമാണ് ഹോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയാണ്, അവന് നിരവധി സുഹൃത്തുക്കളുണ്ട്. നമുക്ക് എന്താ പറയാം? ഹി ഹാസ് എ ഹോസ്റ്റ് ഓഫ് ഫ്രണ്ട്സ് എന്ന് പറയാം. ഹി ഹാസ് എ ഹോസ്റ്റ് ഓഫ് ഫ്രണ്ട്സ്. ഓക്കെ, അപ്പൊ ഹോസ്റ്റ് എന്ന് പറയുന്നത് സമൂഹനാമം അല്ലെങ്കിൽ എന്താണ്? കളക്റ്റീവ് നൗൺ ആണ്. നമ്മൾ ധാരാളം അല്ലെങ്കിൽ നിരവധി എന്നുള്ള കേസിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഞങ്ങൾ ആ വയലിൽ ഒരു പറ്റം അല്ലെങ്കിൽ ഒരു കൂട്ടം പശുക്കളെ കണ്ടു. അങ്ങനെ പറയുന്നത് വി സോ എ ഹേർഡ് ഓഫ് കൗസ് ഇൻ ദാറ്റ് ഫീൽഡ്. ഓക്കെ, വി സോ എ ഹേർഡ് ഓഫ് കൗസ് ഇൻ ദാറ്റ് ഫീൽഡ് എന്നാണ് പറയുന്നത്.
ഇനി ഒരു ഒരു താക്കോൽ കൂട്ടം അല്ലെങ്കിൽ കൂട്ടം അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ പൂക്കുല അല്ലെങ്കിൽ മുന്തിരിക്കൊല എന്നൊക്കെ പറയത്തില്ലേ, കൂട്ടം കൊല. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്, ഏത് സമൂഹനാമമാണ്? അതെ, ബഞ്ച് അല്ലേ, നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, ബഞ്ച് എന്ന് പറയുന്ന ഒരു സമൂഹനാമമാണ് നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പം എന്താണ് മുന്തിരിക്കൊല എന്ന് പറയുമ്പോൾ എന്താണ്, എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് അല്ലേ, എ ബഞ്ച് ഓഫ് ഗ്രേപ്സ് എന്നായിരിക്കും നമ്മൾ പറയുന്നത്. നെക്സ്റ്റ് പൂക്കുല എന്ന് പറയുന്നത് എന്താണ്, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ്. ഓക്കെ, എ ബഞ്ച് ഓഫ് ഫ്ലവേഴ്സ് എന്നായിരിക്കും നമ്മൾ അതിനെ പറയുന്നത്. താക്കോൽ കൂട്ടം എങ്ങനെയാണ്, എ ബഞ്ച് ഓഫ് കീസ്. ഓക്കെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, നമ്മളൊരു കൂട്ടം അല്ലെങ്കിൽ ഒരു കൊലയെ നമ്മൾ പറയുന്നത് ബഞ്ച് എന്ന് പറയുന്ന സമൂഹനാമമാണ് സാധാരണ നമ്മൾ ചേർക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ നൗൺസിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.